ഹലോ, വോയിസ് ഓഫ് അമ്മുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ജയിക്കാൻ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നോക്കിയാൽ വലിയ വലിയ ക്ലാസ്സുകളും തള്ളുകളും കാണാം. കഠിനാധ്വാനം ചെയ്യണം, രാത്രിയും പകലും ഉറങ്ങാതെ പണിയെടുക്കണമെന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ കാര്യം വേറെയാണ്. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് ഫോൺ എടുക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ 20 വയസ്സുള്ള ചെക്കന്മാർ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ വണ്ടി വാങ്ങുന്നു, വിദേശത്ത് അടിച്ചു പൊളിച്ച് നടക്കുന്നു എന്നൊക്കെ. ഇത് കാണുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു തരം സങ്കടം വരും. ഞാൻ മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ ജീവിതം എന്താ എങ്ങും എത്താത്ത എന്നൊക്കെ എന്ന് നമ്മൾ സ്വയം ചോദിച്ചു തുടങ്ങും. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ കാണിക്കുന്നതൊക്കെ അവരുടെ ജീവിതത്തിലെ വെറും 1% നല്ല നിമിഷങ്ങൾ മാത്രമാണ്. ബാക്കി 99% സമയവും അവരും നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും കഷ്ടപ്പെടുകയാണ്. പക്ഷേ ആ കഷ്ടപ്പാടുകൾ ആരും റീൽസാക്കി ഇടാറില്ല. മറ്റുള്ളവരുടെ ആ തിളക്കം കണ്ട് നമ്മുടെ ജീവിതം പരാജയമാണെന്ന് ദയവ് ചെയ്ത് ചിന്തിക്കാണ്ടിരിക്കുക. നടുക്ക് വെച്ച് നമ്മളൊക്കെ തോറ്റ് പിന്മാറാൻ കാരണം ഈ പെട്ടെന്നുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. നമ്മളൊക്കെ എപ്പോഴാണ് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് മോട്ടിവേഷൻ വരുന്നത്? രാത്രി കിടക്കാൻ നേരം ഫോണിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ. അപ്പം നമ്മൾ വിചാരിക്കും നാളെ മുതൽ കളി മാറും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, കട്ടയ്ക്ക് പണിയെടുക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കും. അടുത്ത 2 ദിവസം നമ്മളത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ 3-ാമത്തെ ദിവസം വരുമ്പോൾ ആ ആവേശമൊക്കെ അങ്ങ് പമ്പ കടക്കും. പണ്ടത്തെ പോലെ തന്നെ വീണ്ടും പഴയ മടിയിലേക്ക് നമ്മൾ പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? കാരണം ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറും ഒരു താൽക്കാലിക വികാരം മാത്രമാണ്. പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിലും മൂഡില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദിവസേന ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. മൂഡ് വരാൻ വേണ്ടി കാത്തിരുന്നാൽ നമ്മളെപ്പോഴും അവിടെ തന്നെ നിൽക്കും. ഒരു പുതിയ കാര്യം തുടങ്ങാൻ എല്ലാവർക്കും ആവേശമായിരിക്കും. പുതിയൊരു ബിസിനസ്, ഒരു യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഒരു ജോലി. ആദ്യത്തെ കുറച്ച് ദിവസം വലിയ ആവേശമായിരിക്കും. പക്ഷേ 1-2 മാസം കഴിയുമ്പോൾ ആ ആവേശം പതുക്കെ അങ്ങ് കുറയും. ആളുകൾ പതുക്കെ അത് നിർത്തിപ്പോവും. എന്നിട്ട് പറയും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല, എനിക്ക് ലാഭം കിട്ടുന്നില്ല, എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ്. ഒരു വിത്ത് പാകിയാൽ അത് നാളെ തന്നെ മരം ആവില്ല. അതിന് സമയമെടുക്കും. വിജയം എന്ന് പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാവുന്ന ഒന്നല്ല. അത് വലിയൊരു പ്രോസസ്സാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യം, അത് എന്തു തന്നെ ആയാലും 1 വർഷം ഫലം നോക്കാതെ തുടർച്ചയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. 2 ദിവസം കൊണ്ട് ഒന്നും മാറില്ല ബ്രോ. വിചാരിച്ച കാര്യത്തിൽ ഒരേ നിൽപ്പ് നിൽക്കാൻ പഠിക്കുക. നാളെയല്ല, ഇന്ന് തന്നെ തുടങ്ങാം. തോറ്റുപോയാലും കുഴപ്പമില്ല, വീണ്ടും ശ്രമിക്കുക. വീഴുന്നത് ഒരു പരാജയമല്ല, വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. വിചാരിച്ച കാര്യം നടക്കുന്നത് വരെ ഒരേ നിൽപ്പ് നിൽക്കാൻ ധൈര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കും. എഴുന്നേൽക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ പണിയെടുക്കാൻ തുടങ്ങാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.